പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാനടക്കമുള്ള ആൾക്കാരെ, നമ്മുടെ ഭാര്യമാർ അവർ നമുക്ക് വേണ്ടി ജീവിക്കണവരാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാൻ, അവരാദരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിന്റെ ഒരു കാര്യം പറഞ്ഞെടുത്ത് പറഞ്ഞു. എനിക്ക് ഖദീജാൻ എത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യം പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞാരോ, വക്കാന മിൻഹാ വലദി, അവളിലൂടെയാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. നമ്മൾ ഉമ്മാനെ പറ്റി പറയില്ലേ, 22 അസ്ഥി പൊട്ടണ വേദനയിലാണ് നമ്മളെ കുട്ടികളോട് പ്രസവിക്കുന്നത്. അറിയോ, ഓരോ പ്രസവത്തിലും കേരളത്തിൽ 52 ഉമ്മമാര് ഓരോ മാസത്തിൽ മരിക്കുന്നുണ്ട്. പ്രസവത്തിൽ ഒരു പ്രസവം നടക്കുമ്പോഴേ ബ്ലീഡിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, മലം പുറത്തേക്ക് വരാം, മൂത്രം പുറത്തേക്ക് വരാം, വെരിക്കോസ് വെയിന് പുറത്തേക്ക് വരാം, പിന്നെ അങ്ങോട്ട് ഉള്ളിക്ക് പോവില്ല. ഊരവേദന അന്ന് മുതൽ വരാം, ശരീരം ചുരുങ്ങാം, തൂങ്ങാം, ഒക്കെ വരാം. ആ മുഴുവൻ റിസ്കും മരണവേദന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിക്കണേ നമ്മളെ ഭാര്യമാരാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആ ജനിക്കണ കുട്ടി അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിലോ ഭിന്നശേഷി കുട്ടിയാണെങ്കിലോ നമ്മളെ കുട്ടി കൂടിയല്ലേ. അതോടുകൂടി അവളുടെ കല്യാണം കഴിഞ്ഞു, സൽക്കാരം കഴിഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങൂല, പുറത്തേക്ക് ഇറങ്ങൂല, നമ്മൾ ടൂർ പോകും, നമ്മൾ കല്യാണത്തിന് പോകും, നമ്മളെ കുട്ടി കൂടിയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കുട്ടീനെ നോക്കുകയാണ്, നമുക്ക് വേണ്ടി നമ്മുടെ വാപ്പാനിമാനെ നോക്കുകയാണ്, നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബം മുഴുവൻ നോക്കുകയാണ്. എന്നിട്ടും ഒരു തവണ പോലും നമ്മുടെ ഭാര്യയെ കുറിച്ച് എന്റെ ഭാര്യ നല്ല ഒരു ഭാര്യയാണ് എന്ന് പഠിച്ചോനോടെങ്കിലും അവളോടെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വീടിനെ എങ്ങനെയാണ് കൂട്ടരെ അല്ലാഹ് മസ്കൻ എന്ന് വിളിക്കുക? അത് വിളിക്കണ്ടേ? ഭർത്താക്കന്മാരെ, നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.